everyone, good morning. Welcome back to my YouTube channel. This is Chintu. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നുണ്ടായില്ല. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു പ്രപ്പൊക്കെ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണൂലേ? അതെ, നെയിൽ, ഹെയർ, ഷോപ്പിംഗ്, പിന്നെ പാക്കിങ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡയറക്ഷനിൽ തന്നെയാണുള്ളത്. അതായത് നമ്മളൊരു വെക്കേഷൻ പോകാനായിട്ട് പ്ലാൻ ഇടുകയാണ് കേട്ടോ. നമ്മളിനി എങ്ങോട്ടാണ് വെക്കേഷൻ പോകുന്നതെന്നല്ലേ? ഇനിയുള്ള 6 days എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഷിപ്പിലാണ് കേട്ടോ. ഇത് എൻ്റെ ഫസ്റ്റ് ടൈം ക്രൂസ് വെക്കേഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല നെർവസുമാണ്, അതോടൊപ്പം തന്നെ എക്സൈറ്റഡുമാണ്. നെർവസാന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയോ? ഇതൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്ന ഒരു ടൈറ്റാനിക് ഫീലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ എവിടെയോ. ചില സമയത്ത് നമ്മുടെ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഒന്നാന്തരം ധൈര്യം സംഭരിച്ച് ഇനിയൊരു ടൈറ്റാനിക് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയായിട്ട് അങ്ങ് മുന്നോട്ട് പോവാം കേട്ടോ. മുന്നേ പോകുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ഓക്കെ ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക്. നമ്മളിപ്പം നിൽക്കുന്നത് ന്യൂയോർക്ക് പോർട്ടിലാണുള്ളത് കേട്ടോ. അതായത് ബ്രൂക്ലിനിൽ പിയർ 12 എന്ന് പറയുന്ന ഈ ഒരു പോർട്ട് റീജിയനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പോകാൻ പോകുന്നത് MSC ക്രൂസിനാണ്. ന്യൂയോർക്കിൽ നിന്നും ബഹമാസിലായിട്ടുള്ള 6 nights ക്രൂസിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ലഗേജിൻ്റെ ആ ഒരു ടാഗ് ഉണ്ടല്ലോ, അതും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ലഗേജിൽ ഒട്ടിച്ച് വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ പോർട്ട് റീജിയനിൽ വരുമ്പോൾ ആളുകൾ ഇവിടെ ഈ ഒരു യെല്ലോ കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ട്രോളിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അവരുടെ കയ്യിലാണ് നമ്മുടെ ലഗേജ് ബാഗ് നോക്കി കൊടുക്കേണ്ടത്. വേ ചെയ്യലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചെക്ക് ഇൻ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫ്ലൈറ്റ് ചെക്കിങ് തന്നെയാണ്. നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക. പക്ഷേ ഇത്തിരി കൂടെ ഫാസ്റ്റാണ് മറ്റുള്ള ഫ്ലൈറ്റ് ചെക്കിനെ കഴിഞ്ഞും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗേജ് ഒന്നും വേ ചെയ്യാത്തതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ഷിപ്പിനുള്ളിലേക്ക് കയറുകയാണ്. അതും സെയിം തന്നെ പ്രോസസ്സാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇന്നത്തെ ക്രൂസ് പോകുന്നത് ഒരു ബിഗ് ഗ്രൂപ്പിൻ്റെ കൂടാണ് കേട്ടോ. ഏകദേശം 30 പീപ്പിൾസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു ബിഗ് ചൈനീസ് ഫാമിലി, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ് അവരെല്ലാവരും. അതുപോലെ തന്നെ ഒരു മലയാളി ഫാമിലിയും ഉണ്ട് നമ്മുടെ കൂടെ. റൂം കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ ഫൈനലി നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ 134 റൂം. അതായത് 10th ഫ്ലോറിൽ 134 റൂമാണ് കേട്ടോ. ഇതൊരു ഇൻറ്റീരിയർ റൂമാണ്. റൂമിന് ഫ്രണ്ടിലായിട്ട് നമ്മുടെ കാർഡ്, അതായത് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന എല്ലായിടത്തും ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഒരെണ്ണം ഗോൾഡ് സ്റ്റാറ്റസും ഒരെണ്ണം റെഗുലറുമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ. ഈ ഒരു റൂമാണ് കേട്ടോ നമ്മുടെ ഇന്റീരിയർ ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂം ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. വിൻഡോസ് ഉള്ളത് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഇന്റീരിയർ റൂംസ് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ബാൽക്കണി റൂംസും ബുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ എന്തായാലും ബാൽക്കണി പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഐ വാസ് ജസ്റ്റ് ലൈക്ക് നെർവസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെ അത് തന്നെയല്ല, എൻ്റെ ഫസ്റ്റ് ടൈം ആയപ്പോൾ ഞാൻ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു. റൂമൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞപ്പം നല്ല വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ നമ്മൾ ബഫെ അന്വേഷിച്ചുള്ള നടത്തായിരുന്നു കേട്ടോ. അത് വന്നെത്തിയത് ഡെക്ക് 15ലാണ്. ഈ ഷിപ്പിൽ ഓരോ ഫ്ലോറിനെയും നമ്മൾ ഡെക്ക് എന്നാണ് കേട്ടോ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ടുള്ള വ്യൂ, ഒരു രക്ഷയില്ല. ഒരു സൈഡിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ വ്യൂ ആയിരുന്നു. അതൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഡെക്ക് 15ഉം 16 ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതാണ്. ഇപ്പോഴും നമ്മളുള്ളത് ന്യൂയോർക്ക് പോർട്ടിൽ തന്നെയാണ്. ഇതുവരെയായിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ടില്ല. ഇത് കണ്ടോ, അവരവിടെ സെറ്റ് ചെയ്യുന്നത് സെയിൽ അവേ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 3 o'clock ആകുമ്പം ഷിപ്പ് സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഷിപ്പ് മൂവ് ചെയ്യുന്നതിന് പറയുന്നതാണ് സെയിൽ ചെയ്യാന്ന്, ഒരു പോർട്ട് വിട്ടു പോകുന്നതിന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഷിപ്പിന് മുകളിലൂടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒത്തിരി അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. രാവിലെ യോഗ തൊട്ടിട്ട് ഈവനിങ് 12 o'clock
o'clock വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും സ്കെഡ്യൂൾഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ആ MSCയുടെ ആപ്പിൽ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓരോ അവറിലും എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് തന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരു ഡേക്ക് മുന്നേ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയിലായിട്ട് വരുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് അതും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് കാണുന്നുണ്ടോ, ഇതൊരു റണ്ണിങ് ട്രാക്കാണ്. ഇതുവഴി നമുക്ക് വോക്കോ റണ്ണോ ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു റിസ്റ്റ് ബാൻഡ് എന്താണെന്നറിയോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഗോൾഡൻ കളർ കാർഡ് കണ്ടോ, അതെന്ന് പറയുന്നത് സീ പാസ് എന്നാണ് കേട്ടോ പറയുന്നത്, അല്ലെങ്കിൽ ക്യാബിൻ കീ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂം ടാപ്പ് ചെയ്ത് തുറക്കാൻ വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഓൺ ബോർഡ് പർച്ചേസിനും, അതായത് നമ്മൾ ഷിപ്പിൽ എന്ത് ഷോപ്പ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ഏതെങ്കിലും ഡ്രിങ്ക് പാക്കേജസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ബെവറേജസ് ഒക്കെ മേടിക്കണമെങ്കിൽ അതിനൊക്കെ ആ കാർഡ് ടാപ്പ് ചെയ്തെങ്കിലാണ് പറ്റത്തുള്ളൂ കേട്ടോ. അത് പിന്നെ ഒരു ഐഡൻറ്റിഫിക്കേഷനും കൂടെ കൂടിയിട്ടാണ് അത് അവർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിലാണ് അവരത് ഇഷ്യൂ ചെയ്യുന്നത്. ഏകദേശം $26 ആകും. പിന്നെ ബെനിഫിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റീയൂസബിൾ ആണ്. പിന്നെയും വന്നു കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ അപ്ഡേറ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ ന്യൂയോർക്കിൽ നിന്നും ബഹമാസിലായിട്ടുള്ള MSC ക്രൂസിന്റെ യാത്ര ഇവിടെ തുടക്കം കുറിക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ സെയിലവേ പാടി നടക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഷിപ്പിന്റെ ബ്രിഡ്ജ് ക്രോസിംഗ് ആണ്. ഈ കാണുന്നതാണ് വരിസോണ ബ്രിഡ്ജ്. അത് നമ്മുടെ ഷിപ്പിന്റെ മേൽഭാഗം ക്രാഷ് ചെയ്യാൻ പോകുന്ന പോലെ ഒരു വിഷ്വൽ ഇല്യൂഷൻ ആണ് നമുക്ക് തരുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു, ഒരു മാജിക്കൽ മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കിടുവായിരുന്നു കേട്ടോ. ഇത് ഡെക്ക് 10 ലോബിയാണ്. ഇവിടാണ് നമ്മുടെ റൂം ഉള്ളത്. ഈ ലോബിക്ക് അവർ കൊടുത്തിരിക്കുന്നത് ഒരു ലൈക്ക് ബ്ലൂ മോസ്ക്, ടർക്കി ബ്ലൂ മോസ്കിന്റെ ഒരു തീമാണ് കേട്ടോ ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് MSCയുടെ ബ്രോഡ് വോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഡെക്ക് 6 and 7 ലാണ് എല്ലാവിധ റെസ്റ്റോറൻറ്റ്സും ഷോപ്പിംഗ് പ്ലേസസും എല്ലാം ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് ഹൈ സീലിംഗ് ആണുള്ളത്. സീലിംഗിൽ അവർ LED പാനൽസ് ആണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഇൻഫർമേഷൻസും ലൈറ്റിങ്സും അത് മ്യൂസിക്കിനനുസരിച്ച് ഡിഫറെൻറ്റ് പിക്ചേഴ്സും വ്യൂസും ഒക്കെ അതിൻ്റെ അകത്ത് വരാറുണ്ട്. ഒരു അടിപൊളി ബ്രോഡ്വേ ഷോ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഐ ഹോപ്പ് എൻ്റെ ഈ ഒരു വീഡിയോ ക്രൂസ് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ക്രൂസ് പേടിയുള്ളവർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're